ബോണസ് കൊടുക്കാൻ പാങ്ങൊന്നുമില്ലാതിരിക്കുന്ന കേരള സർക്കാർ MSCയെ ഭീഷണിപ്പെടുത്തി കുറച്ച് പൈസ വാങ്ങിച്ചെടുത്താൽ ശമ്പളം, ബോണസ്, സാമൂഹ്യക്ഷേമ പെൻഷൻ, എല്ലാ കലാപരിപാടികളും ഒരുമിച്ച് തീർക്കാൻ പറ്റും എന്ന് കരുതിയാണ് MSCയെ ഭീഷണിപ്പെടുത്തിയതെന്ന് ഒരു കരക്കമ്പി ഇങ്ങനെ പാഞ്ഞു നടപ്പുണ്ട്. സേലിംഗമന്ത്രിയുടെ അഭിപ്രായമല്ല. സേലിംഗമന്ത്രി അങ്ങനെയൊന്നും തെളിവുകളില്ലാത്ത ഒരു കാര്യവും പറയാറില്ല. പക്ഷെ നാട്ടുകാരങ്ങനെയല്ല, അവർക്ക് പല സംശയങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ യഥാർത്ഥ കണക്ക് പുറത്തു വന്നു. ഇന്നലെ തന്നെ സേലിംഗമന്ത്രിയുടെ ഒരു പ്രേക്ഷകൻ, എനിക്ക് തോന്നുന്നു വിശ്വനാഥൻ എന്നോ മറ്റുമാണ്, വലിയ വിമർശകനാണ്. പക്ഷേ TRVക്ക് അനുകൂലമായി, തുറമുഖത്തിന് അനുകൂലമായ ഒരു വാർത്ത അദ്ദേഹം ഷെയർ ചെയ്തു. ഇക്കണോമിക് ടൈംസിൽ വന്നതാണ്. The owner of the container ship MSC Elsa 3 that capsized and sank on the Kerala coast on May 25 is liable to pay rupees 125 crore for pollution, cleanup, salvage, wreck removal and compensation to affected parties, which is 1.32% of the 9,531 crore compensation sought by the state government. മൊത്തം ചോദിച്ചതിന്റെ 1.32% മാത്രമേ കേരള സർക്കാരിന് അർഹതയുള്ളൂ. അടിയട